ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻചേരാം. ഗോൾഡിൽ സ്കാൽപ്പിങ്ങിൽ കിട്ടിയ ട്രേഡാണ്. സ്കാൽപ്പിങ്ങിൽ ഇന്നെന്ന് പറഞ്ഞാൽ 27th ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ ബൈ സൈഡും 10 മണിക്ക് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ഡൗൺ പോവുകയുണ്ടായി. ഡൗൺ സൈഡ് നല്ലൊരു ട്രേഡായിരുന്നു. ഓൾമോസ്റ്റ് 40 പോയിൻറ്റ്സോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ച പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് 5 മിനിറ്റ്സ് സ്കാൽപ്പിംഗ് റിസ്ക് ആണ്. പക്ഷേ ഏതൊക്കെ ട്രേഡിൽ ആക്യുറേറ്റ് ആണ്, ഏതൊക്കെ റിവേഴ്സ് പോകുന്നത് എങ്ങനെ മനസ്സിലാകാം, അല്ലൊരു ട്രേഡ് എടുത്ത് വെച്ചിട്ടുള്ള പെട്ടെന്ന് റിവേഴ്സ് പോകുമ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ലൈവ് സെക്ഷനിലൂടെയാണ് കാണിച്ചു വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് വന്ന സെൽ ഇൻഡിക്കേഷൻ ആണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റെഡ് കളർ ഡൗൺ ആരോ ആണ് സെല്ല്, ഗ്രീൻ കളറാണ് ബൈ. ഇപ്പോൾ ഈ സെല്ല് വന്ന സമയം മേളിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റുകളും. ഇപ്പോൾ ഇതിൽ നമുക്ക് 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും ഉണ്ട്. എക്സ്ട്രാ കളർ തരുന്ന ഓറഞ്ചും വൈറ്റും ബ്ലൂ ഒക്കെ സൈഡ് വേസ് ആയിട്ടാണ് തരുന്നത്. ഇപ്പോൾ സെല്ല് വരുന്ന സമയത്ത് നമുക്ക് കൺഫേം ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നിട്ടുണ്ട്, 9:55 വന്നു. സിഗ്നൽ വന്ന സമയത്ത് കറക്റ്റ് കൺഫേംഡ് ആയിരുന്നു. ഇവിടുന്ന് കറക്റ്റ് അതേ പോയിന്റിൽ ട്രേഡ് എടുക്കാമായിരുന്നു. 4623 നമുക്ക് സെല്ല് വന്നു. അവിടുന്ന് മാർക്കറ്റ് 17th വരെ പോയതിനു ശേഷം തിരിച്ചൊരു 2 പോയിന്റ് കയറി 19th പിന്നെ എഗെയിൻ ഡൗൺ പോവുകയുണ്ടായി. ഇവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ച് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തിരിച്ച് രണ്ടാമത് എൻട്രി എടുക്കാം. അവിടെ റീ എൻട്രി സെഷൻ നമുക്ക് കിട്ടും. അപ്പം അത് 2 ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് എഗെയിൻ റിട്രേസ്മെൻറ്റിൽ നിന്ന് പിന്നെ അടിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ സെല്ല് തന്നെ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ ലാസ്റ്റ് സെൽ തന്ന പ്രകാരം 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വന്ന ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ ബൈ സൈഡ് നമുക്ക് നല്ലൊരു ട്രേഡായിരുന്നു. ബൈ സിഗ്നൽ വന്ന് കൺഫേം ആയി പെട്ടെന്ന് മാർക്കറ്റ് കയറുകയായിരുന്നു. അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. സിഗ്നൽ വന്ന സമയത്ത് ഓറഞ്ച് ആയിരുന്നു, പക്ഷേ താഴെ ഓൾറെഡി ഗ്രീൻ ഉള്ളതുകൊണ്ട് അവിടെ 2 സെക്കൻഡ് ക്യാൻഡിൽ തന്നെ എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ട്രേഡ് പോവുകയുണ്ടായി, നല്ല റിട്ടേൺസ് ആയിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് വന്ന സെല്ല് സൈഡ് നമുക്ക് കൺഫേം ആയ സമയത്ത് മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് പോവുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള അവസരം നമുക്ക് ഓറഞ്ച് കളർ തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് കൺഫർമേഷനും കറക്റ്റ് ടൈമിൽ കിട്ടിയിരുന്നില്ല, അത് ഓറഞ്ച് കളറാണ് കാണിച്ചത്. അങ്ങനത്തെ ട്രേഡ് നമുക്ക് മാർക്കറ്റ്, അതായത് ഒരുപാട് ഡൗൺ ഇറങ്ങാൻ ചാൻസ് ഇല്ലാത്ത സമയത്താണ് നമുക്ക് കൺഫർമേഷൻ കറക്റ്റ് ടൈമിൽ മാച്ച് ആകാത്തത്. അവിടെ സൈഡ് വേസ് റിവേഴ്സ് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എക്സ്ട്രാ കളറും തരുന്നത്. അപ്പോൾ അതുപോലത്തെ ട്രേഡുകൾ നമുക്ക് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കളർ ചേഞ്ച് വരുന്ന സമയത്ത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഇൻ കേസ് നമുക്ക് എക്സിറ്റ് ലെവലിൽ എക്സ്ട്രാ കളർ വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് വിടാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വെർഷൻ്റെ 8.1. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഗോൾഡിന് തന്നെ 1 അവർ കുറച്ചുകൂടെ വലിയ ടൈം ഫ്രെയിമുകൾ, നമുക്ക് 1 അവർ 30 മിനിറ്റ്സുകളൊക്കെയാണ് കുറച്ചുകൂടെ ആക്യുറസി വരുന്നത്. അപ്പോൾ ഇന്നത്തെ 1 അവറിലെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. 1 അവർ നോക്കുകയാണെങ്കിൽ ആ സെല്ലിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് പോയത്. ഇടയ്ക്ക് വന്നൊരു ബൈ സൈഡ് അവിടെ തന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് സെൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു ഡബിൾ കൺഫർമേഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവിടെ തരികയുണ്ടായി. ഇപ്പം ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് റീ എൻട്രി ലെവൽ ഇപ്പോൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വെർഷൻ 8.1. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.